Watch full episodes on Jio Hotstar. ജോൺ തന്നെയായിരിക്കും ഡോൺ. നല്ല ചൂട് സമൂസയാണല്ലോ, എടുത്താ കടിച്ചേക്കാം. ആദ്യം പണം തായോ, അല്ലാതെ വെറുതെ നിന്നിട്ട് പോകാൻ പറ്റില്ല. എന്നിട്ട് പൈസക്ക് എന്റെ പുറകെ ഓടി വരാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്താ ജോണിനെ അപമാനിക്കുന്നോ? ഇനി എന്താ നടക്കാൻ പോകുന്നത് കാണേ. ജോൺ, നീ എപ്പോഴും ഇങ്ങനെ തെറ്റായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കലെങ്കിലും നിനക്ക് നല്ല കാര്യം ചെയ്തുകൂടെ? അല്ലെങ്കിൽ യമരാജൻ നിന്നെ കൊണ്ടുപോകുന്നത് നരകത്തിലേക്കായിരിക്കും. എനിക്ക് യമനയോട്ട് അറിയുകയില്ല, യമനുണ്ടെന്നുള്ള വിശ്വാസവുമില്ല. എന്നാ നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. പക്ഷെ അങ്ങനെയൊന്നും പറയല്ലേ. യമരാജാവിന്റെ ചെവി എല്ലായിടത്തും ഉണ്ട്, അത് ഓർമ്മിച്ചോ. പൊളിക്കടുത്തല്ലോ. അദ്ദേഹം എങ്ങാനത് കേട്ട് കഴിഞ്ഞാൽ തന്റെ കാര്യം പോക്കാണ്. ഈ ജോണിന് ആരെ കണ്ടാലും പേടിയേയില്ല. മറ്റുള്ളവരല്ലേ എന്നെ കണ്ട് പേടിക്കേണ്ടത്. പക്ഷേ എന്ന് യമരാജൻ നിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു, അന്ന് നിന്റെ ഈ ജീവനും കാണില്ല, പിന്നെ നീ കാണിക്കുന്ന അഹങ്കാരവും ഉണ്ടാവില്ല. വരൂ മോട്ടു, നമുക്ക് യമരാജാവിന്റെ വേഷം കെട്ടി തന്നെ പേടിപ്പിക്കാം. ഇന്നത്തോടെ ഇവന്റെ ധൈര്യമെല്ലാം നമുക്ക് ചോർത്തി കളയണം. ഓയ് പത്തുലു, നിന്റെ ഐഡിയ എന്തായാലും കൊള്ളാം. ഞാൻ ഇട്ടു തരാം നിങ്ങൾക്കുള്ള മേക്കപ്പ്. അപ്പൊ പിന്നെ നിങ്ങളെ കാണുമ്പോ യമധർമ്മനെയും ചിത്രഗുപ്തനെയും പോലെ ഉണ്ടാവും. നാമാണ് യമൻ. ഇവിടെ ജോൺ ആരാണ്? Allow me to introduce myself. നാമാണ് യമൻ, പിന്നെ ഇത് ചിത്രഗുപ്തനും. Nice to meeting you. ശരി, ഞാൻ നിങ്ങൾക്ക് എന്ത് സഹായമാ ചെയ്യേണ്ടത്? ജോൺ, നാം കേട്ടത് നീ ആരെയും ഭയപ്പെടുകയില്ലെന്നാണല്ലോ. കേട്ടപ്പോ സന്തോഷം തോന്നി. ചിത്രഗുപ്ത, ആ ന്യായവിധി പുസ്തകം എടുക്കൂ. ഇത് ശരിക്കും യമദേവൻ ആണല്ലോ. എന്ത് യമദേവനോ? അതെ ബോസ്, അതെ. അങ്ങയുടെ കാലാവധി കഴിഞ്ഞെന്നാ തോന്നുന്നത് ബോസ്. ഇല്ല, ഇങ്ങനെയൊന്നും സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല. എന്റെ പൊന്നു യമദേവ, ഞാൻ വെറുതെ തമാശക്ക് അങ്ങനെ പറഞ്ഞതല്ലേ. എനിക്ക് എല്ലാവരെയും പേടിയായി. യമദേവൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണെന്നേ. നിങ്ങളുടെ ഗത കണ്ടാലും എനിക്ക് പേടിയാ. നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ഇയാളെ കണ്ടാലും പേടിയാ. നിർത്ത്. നീ ആരെയാ അടിമയെന്ന് പറഞ്ഞത്? എന്താടാ, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ ചിത്രഗുപ്തനാ. എല്ലാ പ്രാണികളുടെ പാപങ്ങളും പുണ്യങ്ങളും ഞാൻ എഴുതി വെക്കാറുണ്ട്. ഇപ്പൊ ഞാൻ നിന്റെ ന്യായവിധിയുടെ പുസ്തകം തുറന്ന് പറയാം. ഇന്ന് വരെ നീ എന്തൊക്കെ പുണ്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന്. പുണ്യം ബോസ്, പുണ്യൊന്നും ഒട്ടും ചെയ്തിട്ടില്ല. അതിന് പുസ്തകം നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു തരാം. ഞങ്ങൾ രണ്ടുപേരുടെയും കൺമുൻപിൽ വെച്ച് നീ ഒരു മിണ്ടാപ്രാണിയെ ക്രൂശിച്ചില്ലേ? ചിത്രഗുപ്ത, ഇവനെ കൊണ്ടുപോകുവാനുള്ള സമയമായിരിക്കുന്നു. നമുക്കിവനെ തിളപ്പിച്ച എണ്ണയിൽ കുളിപ്പിക്കാം. തന്തൂരി പൊരിക്കുന്നത് പോലെ ഇട്ട് പൊരിക്കാം. വേണ്ട, വരൂ, അവനെ നമുക്ക് ശരിക്കൊന്ന് പേടിപ്പിക്കാം. ഇനി അവൻ മോഷണമൊക്കെ നിർത്തിയിട്ട് നല്ല പണി ചെയ്യാൻ വേണ്ടിട്ട്. ചിത്രഗുപ്ത, ഇന്നത്തെ ദിവസം വളരെ ശുഭമാണ്. ഇന്ന് ആരെയും വധിക്കാൻ നമ്മൾ പോകുന്നില്ല ഭൂമിയിലേക്ക്. ഇന്നത്തെ ദിവസം ശുഭമല്ല മഹാരാജാവേ, ഭയങ്കര അശുഭമായിട്ടാണ് എനിക്ക് തോന്നണേ. എനിക്ക് തോന്നണം നമുക്ക് പെർമനന്റ് ആയിട്ട് വിരാമം കിട്ടിയെന്ന്. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പറ്റില്ല. ദൈവത്തിന് നമ്മുടെ ജോലി നമ്മളോട് ചോദിക്കാണ്ട് മറ്റൊരാൾക്ക് കൊടുക്കാൻ സാധിക്കില്ല. പക്ഷെ കൊടുത്തുപോയി. അങ്ങോട്ട് നോക്കൂ, നമ്മളുടെ ജോലി മറ്റൊരാള് ചെയ്യാൻ പോവുകയാണ്. താഴെ മറ്റൊരു യമദേവൻ വന്നിരിക്കുന്നു. മറ്റൊരു ചിത്രഗുപ്തനും കൂടെയുണ്ട്. നമുക്കൊന്ന് നോക്കാം യുവമാരാരാന്ന്. നമസ്കാരം ദൈവമേ, താങ്കൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇങ്ങനെ ഒരിക്കലും ഞങ്ങളോട് ചെയ്യരുത്. നിങ്ങളുടെ സ്ഥാനത്തേക്ക് ഞാൻ ആരെയും നിയോഗിച്ചിട്ടില്ല. ഓ, താഴെ പോയി നോക്കൂ അതാരെന്ന്. ശരി ബിഗ് ബോസ്, ഞങ്ങൾ ഇപ്പൊ തന്നെ പോയി നോക്കിയേക്കാം. വാ, കാണുന്നതെല്ലാം തത്സമയം അറിയിച്ചേക്കാം. സത്യം പറഞ്ഞ
എനിക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ജോൺ നമ്മുടെ യമദേവനെ കണ്ടപ്പോ ശരിക്കും പേടിച്ചു പോയെന്ന്. അതിനാരാ മേയ്ക്കപ്പെട്ടത്? ഈ ഞാനാ. ജോണിനാണെങ്കിൽ ഒരു ചുക്കും മനസ്സിലായിട്ടുമില്ല. അവര് മോട്ടുവും പത്തിലുമാണെന്ന് അവൻ എങ്ങനെ കണ്ടുപിടിക്കാനാ? അതെ, എനിക്ക് ജോൺ പേടിച്ച് വരണ്ട ഭയാനകമായ മുഖം കാണുന്ന ആഗ്രഹമുണ്ട്. മോട്ടു പത്ലുവിന്റെ അടുത്ത് ക്യാമറ കൊടുത്ത് വിടേണ്ടതായിരുന്നു. ജോണ്ടാ പേടിച്ച മുഖം കാണാൻ നല്ല രസമുണ്ടാവും. ഓഹോ, അപ്പൊ ഇത് നിങ്ങളുടെ പടിയായിരുന്നു അല്ലേ? കാണിച്ചു തരാം എല്ലാത്തിനെയും ഞാൻ. മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ആ ജോൺ നമ്മുടെ പ്ലാനുകളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. അതെ, ഒരു കുഴപ്പമില്ല വലിയേട്ടാ. നിങ്ങൾ അവനെ പറഞ്ഞു വിടൂ, ഞങ്ങൾ നോക്കിക്കോളാം. ആരാണ് നിങ്ങൾ രണ്ടുപേരും? എന്നിട്ട് ഞങ്ങളുടെ വേഷത്തിൽ എന്ത് ചെയ്യാണ് ഇവിടെ? ഞാനാണ് ശരിക്കുള്ള യമദേവൻ. ഇത് ശരിക്കുള്ള ചിത്രഗുപ്തനും. പത്ലു, നമ്മള് കള്ളക്കളികളൊക്കെ കണ്ടുപിടിച്ച് ജോണി നാടകക്കാരെ കാശും കൊടുത്ത് പറഞ്ഞു വിട്ടതാന്നാ തോന്നുന്നത്, നമ്മളെ പേടിപ്പിക്കാനായിട്ട്. നമ്മുടെ പ്ലാന് നമ്മുടെ അടുത്ത് തന്നെ ഇട്ട് പയറ്റാ. നമ്മള് ഭയങ്കരമായിട്ട് പേടിക്കൊന്നും വിചാരിച്ചിട്ട്. പറ, നിങ്ങൾ രണ്ടുപേരും ആരാണെന്ന്. ഞങ്ങളെ കണ്ടിട്ട് മനസ്സിലായില്ലേ? നാം തന്നെയാണ് ശരിക്കുമുള്ള യമൻ. കള്ളം പറയാണ് നിങ്ങൾ. ഞാനാണ് യമൻ. അപ്പോൾ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണോ പറഞ്ഞു വരുന്നത്? ഇനി വിശ്വാസം വന്നില്ലെങ്കിൽ മുകളിലോട്ട് ചെന്ന് ചോദിച്ചിട്ട് വരൂ. ഞാൻ ഇപ്പൊ തന്നെ വലിയ ബോസിനോട് പോയി ചോദിച്ച് എല്ലാ കാര്യം കയ്യോടെ അങ്ങോട്ട് ക്ലിയർ ചെയ്യാം. വലിയ ബോസോ? എനിക്ക് തോന്നുന്നത് അവന് ജോണിന് ഫോൺ ചെയ്യാന്നാ. വേഗം വാ, നമുക്ക് പോയേക്കാം. യമദേവ, ആ പുതിയ യമദേവനും ചിത്രഗുപ്തനും അപ്രത്യക്ഷനായി. നോക്ക്, അവന്മാരെങ്ങും രക്ഷപ്പെടാൻ പാടില്ല. മഹാരാജാവേ, അവര് തന്നെയാ. ഇവന്മാരുടെ പ്രാണൻ എടുക്കാനാണ് പുതിയ യമദേവനും ചിത്രഗുപ്തനും പുറകെ ഓടിക്കൊണ്ടിരുന്നത്. നാമാണ് യമൻ. നിങ്ങൾ എന്തിനാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്? യമന്റെ കയ്യിൽ നിന്ന് ആർക്കും ഓടി രക്ഷപ്പെടാനാവില്ല. ഹേയ് മോട്ടു പത്ലു, നിങ്ങൾ ഇതുവരെ ചെയ്തതൊക്കെ മതി. ഇനിയെങ്കിലും ഈ നാടകം ഒന്ന് അവസാനിപ്പിക്കാമോ? ഇനി നിങ്ങൾക്ക് ജോണിനെ പറ്റിക്കാൻ പറ്റില്ല. നീ എന്നെ മോട്ടൊന്ന് വിളിച്ചോ? ഇപ്പൊ തന്നെ എന്നോട് ക്ഷമ ചോദിച്ചോ, അല്ലെങ്കിൽ ഓഹോ, നിന്റെ മാജിക് ഒക്കെ കൊള്ളാം കേട്ടോ. ശരി, ഇതൊക്കെ എവിടുന്നാ പഠിച്ചതെന്ന് പറയേ. ഇവിടെ നിന്ന് നോക്കാം ജോണി ഡ്യൂപ്ലിക്കേറ്റ് എമന്റെ അടുത്ത് എന്താ പഠിപ്പിക്കുന്നതെന്ന്. മതിയാക്ക് പോട്ടു, വെറുതെ എന്നെ ദേഷ്യം പഠിപ്പിക്കരുത്. ഞാൻ നിന്നെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി. ഞാൻ പറയുന്നത് കേക്ക്. ഇനി നിനക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല പോട്ടു. ചൂടായ എണ്ണയിലിട്ട് എന്നെ വറുത്തെടുക്കാനും പറ്റില്ല, തന്തൂരി അടുപ്പിലിട്ട് എന്നെ വേവിക്കാനും പറ്റില്ല. നിനക്കും മനസ്സിലായല്ലേ ഞങ്ങള് രണ്ടുപേരും റിട്ടയർ ആയെന്ന്? ആരാണ് പറഞ്ഞത് ഇവന്മാരോട്? ചിത്രഗുപ്ത, ഫോൺ വിളി. വലിയ ബോസിനെ ഇപ്പൊ തന്നെ ഫോൺ വിളി. ഫോൺ ചെയ്തോളൂ. എത്ര പേരെ വേണമെങ്കിലും നിങ്ങൾ ഫോൺ ചെയ്തോളൂ. പക്ഷെ ഫോൺ ചെയ്ത ശേഷം ഇവിടുന്ന് വേഗം സ്ഥലം വിട്ടോണോ, അല്ലെങ്കിൽ ഉണ്ടല്ലോ. സ്ഥലം വിടാനോ? അതും ഞാനോ? നിർത്തിക്കോ നിന്റെ ഭീഷണി. ഹലോ വലിയ ബോസ്, എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്റെ റിട്ടയർമെന്റിന്റെ വാർത്ത ഇവിടെ എല്ലാരും അറിഞ്ഞിരിക്കുന്നു. ഇവിടെ വേറൊരു യമദേവനാണ് ചാർജ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നു. ഞങ്ങൾ ഇപ്പൊ അവരെ കണ്ടതേ ഉള്ളൂ വലിയ ബോസ്. ഞാൻ സത്യമാണ് പറയുന്നത് വലിയ ബോസ്. എന്റെ പത്ലു, ഇത് ശരിക്കുമുള്ള യമൻ തന്നെയാണ്. നമുക്ക് വലിയൊരു തെറ്റ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇല്ല, ഞാൻ ആരെയും നിയമിച്ചിട്ടില്ല. നിങ്ങൾ റിട്ടയർ ആയിട്ടില്ല. രാജ യമരാജ് ഏതോ മരത്തിന്റെ പുറകിൽ നിന്ന് നിങ്ങളെ ഒളിഞ്ഞൊളിഞ്ഞു നോക്കുന്നുണ്ട്. സത്യം എന്താണെന്ന് അയാളോട് പോയി ചോദിക്കേ. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും ജഡ്കയുടെ വാക്കും കേട്ട് അയാളുടെ ഗാഡ്ജറ്റ് കൊണ്ടല്ലേ മുകളിലേക്ക് പോയത്. ആ ജഡ്ക ഫ്ലൈയിങ് കാർ കൊണ്ട് ഇപ്പൊ വന്നു കാണും. അയാള് ലൗഡ് സ്പീക്കറിൽ പറഞ്ഞതല്ലേ നിങ്ങളിപ്പോ കേട്ടത്. എന്തൊക്കെ സംഭവിച്ചാലും ഈ ജോണിനെ പറ്റിക്കാൻ പറ്റില്ല. രാജ യമരാജും ചിത്രഗുപ്തനും നമ്മുടെ മുമ്പിൽ വാ. ക്ഷമിച്ചാലും മഹാരാജാവേ, ക്ഷമിച്ചാലും. ഞാൻ അങ്ങയെ പോലെ വേഷമിട്ട ജോണിനെ പേടിപ്പിക്കുകയായിരുന്നു. അവൻ ഇവിടെ കിടന്ന് ഒരുപാട് മോഷണവും ഗുണ്ടായുസവും കാണിക്കുകയായിരുന്നു. ഞങ്ങൾക്കറിയില്ലായിരുന്നു പ്രഭു ശരിക്കുമുള്ള യമരാജൻ വരുമെന്നുള്ള
കാര്യം? ഞങ്ങൾ വിചാരിച്ചത് ജോൺ ഡ്യൂപ്ലിക്കേറ്റ് യമരാജനെ അയച്ചിട്ട് പേടിപ്പിക്കാൻ നോക്കാന്നാ. ഞങ്ങളോട് ക്ഷമിക്കണം മഹാരാജാവേ, ഞങ്ങൾ ചെയ്തത് വളരെ വലിയൊരു തെറ്റാണ്. ഇത് ശരിയായ യമരാജാവാണ്. നിങ്ങൾ രണ്ടുപേരും നല്ല മനുഷ്യരാ. ഒരു ശുഭകാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഞങ്ങളുടെ വേഷം ധരിച്ചതെന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ മനസ്സുകൊണ്ട് ക്ഷമിച്ചിരിക്കുന്നു. ദയവ് ചെയ്ത് ഞങ്ങളോട് കൂടി ഒന്ന് ക്ഷമിക്കണേ യമരാജാവേ. ഞാൻ ആദ്യം വിചാരിച്ചത് നിങ്ങൾ രണ്ടുപേരും ബോട്ടും ഭദ്രമാണെന്ന്. എനിക്കൊരു അബദ്ധം പറ്റിയതാണ് രാജാവേ. ജോൺ, നിങ്ങൾ ഒരു ദുഷ്ടനായ മനുഷ്യനാണ്. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ഒരു ശിക്ഷ തന്നേ തീരൂ. ഇതാണ് നിനക്കുള്ള ശിക്ഷ. ഇന്നോ പിടിച്ചു. യമരാജനെ അയാളുടെ വാഹനമില്ലാണ്ട് കാണാൻ ഒരു ഭംഗിയുമില്ല. എത്ര നാൾ ആഗ്രഹിക്കുന്നുവോ അത്രയും നാൾ ഇവന്റെ പുറത്ത് കയറി സവാരി ചെയ്യാം. അത് കഴിഞ്ഞാ പഴയതുപോലെ ഇവൻ മനുഷ്യനായി മാറിക്കോളും. യമദേവ ഒന്ന് നിൽക്കണേ, സോറി. Watch India's largest kids library only on Jio Hotstar. Download the app now.